വെറുപ്പുവാഴും നിരത്തിലാകെ തുറന്നു നീയേ നേരിൻ സ്നേഹവിപണനം. പ്രതീക്ഷയും നീ പ്രകാശവും നീ പിറന്ന നാടിൻ കാവൽ നീ കരുതലി. നെഞ്ചിനുള്ളിലെന്നും കാക്കും ഒരു മകനായേ നീ, കനിവോടു കൂടെ നിൽക്കും കൂടെ പിറപ്പാ. അഴലല മൂടും രാവിൽ ഹൃദയനിലാവായി നീയേ, സഹജനു മുന്നേറാനായി നീയാണാവേശം. ഇരുട്ടുമൂടും മനസ്സിലാകെ ഇടഞ്ഞു പോകും ജനത്തിനാകെ കരുത്തു നീയേ പോരിൻ ജീവമന്ത്രമേ. വരിഞ്ഞു തള്ളുമ്പോഴും വാ തുറന്ന ധീരൻ നീയേ, ഉയരണ തീയായി മാറും വാക്കാണു നീയേ. എതിരികളൊന്നായി വന്നേ പുകമറ നെയ്യുമ്പോഴും ചിരിയോടു മുന്നോട്ടേറും ജേതാവു നീയേ. തനിച്ചു മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷയായി വന്ദേ മാതരം.
സ്വാഗതം ആശംസിക്കുന്നതിനായി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ മിനിമോൾ. ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ, ഏറെ ആരാധ്യനായ രാഹുൽജി അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും നമസ്കാരം. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇന്നൊരു പുതുചരിത്രം രചിക്കപ്പെടുന്ന അവിസ്മരണീയമായ ദിവസമാണ്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന തലം മുതൽ സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ഒത്തുചേരലിന് കേരളത്തിലെ നിരവധി സമ്മേളനങ്ങൾക്ക് വേദിയായിട്ടുള്ള ഈ മറൈൻ ഡ്രൈവ് മൈതാനം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഇന്ന് ഈ മഹാസംഗമത്തിലേക്ക് ഒത്തുചേർന്നിരിക്കുന്നു. കേരളത്തിൻ്റെ പെൺകരുത്ത്, ഇന്ത്യയുടെ സ്ത്രീ ശക്തി, രാഹുൽ ഗാന്ധിക്കൊപ്പമെന്ന പ്രഖ്യാപനമാണ് ഈ മഹാസമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കാൻ ഒരുങ്ങുന്ന പ്രിയ നേതാവിന്, 100 കോടിയിലധികം വരുന്ന ഇന്ത്യക്കാരുടെ പ്രതീക്ഷയായ നേതാവിന്, പ്രിയപ്പെട്ട രാഹുൽജിക്ക് കേരളത്തിന്റെ സ്ത്രീ സമൂഹം പൂർണ്ണമായ പിന്തുണ നൽകുന്നു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കെടാദീപവുമായി ജനമനസ്സുകളിലേക്ക് പ്രയാണം നടത്തുന്ന പ്രിയപ്പെട്ട രാഹുൽജിക്ക് ഏറെ ആദരവോടുകൂടി സ്നേഹനിർഭരമായ സ്വാഗതം. A dynamic personality that we all look up to, a leader who embodies the very essence of dedication, vision and unwavering commitment for a better future. Shri Rahul Ji is not just a politician but a beacon of inspiration and a paragon of empathy, a strong advocate for women's rights and guiding force in our pursuit for more equitable society. We are extremely privileged to have Shri Rahul Ji here for this inauguration of this momentous occasion. From our head, Rahul Ji, we welcome you for this mega event. Advocate J.B. Mehtar MP, President of Kerala Pradesh Mahila Congress Committee, ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ പൂർണ്ണമായ തോതിൽ ചെയ്തു തീർക്കുന്ന നമ്മളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വലിയ ഒരു ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് ഈ മഹാസംഗമത്തിന് ചുക്കാൻ പിടിച്ച അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപിക്ക് സ്വാഗതം അർപ്പിക്കുന്നു. മഹിളാ കോൺഗ്രസിന് രാഹുൽജിയുടെ ഈ മഹാസമ്മേളനത്തിനെന്ന സ്വപ്നം ഞങ്ങൾക്ക് നൽകിയ കേരളത്തിന്റെ അഭിമാനം, മലയാളികളുടെ അഭിമാനം ശ്രീ കെ.സി. വേണുഗോപാൽ എംപിക്ക് ഏറെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പേരിലുള്ള ആദരവും സ്നേഹവും സ്വാഗതവും അർപ്പിക്കുന്നു. ബഹുമാനായ AICC ജനറൽ സെക്രട്ടറി who is in charge of Kerala, Sri Tariq Anwar ji, we cordially invite you to this mega event. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ധീരമായ നേതൃത്വം നൽകുന്ന സമാരാധനായ ശ്രീ കെ സുധാകരൻ അവർക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം അർപ്പിക്കുന്നു. പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ ധീരമായ നേതൃത്വം, ജനകീയ പ്രതിപക്ഷ ശബ്ദം ശ്രീ VD സതീശൻ അവർക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ രമേശ് ചെന്നിത്തല സാർ, കൊടിക്കുന്നിൽ സുരേഷ്, AICC സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാൾ ജി, PC വിശ്വനാഥ്, റോജി M ജോൺ MLA, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെയും KPCCയുടെയും എല്ലാ ഭാരവാഹികൾക്കും ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ മഹാസമ്മേളനത്തിന് ഇവിടെ എത്തിച്ചേർന്ന് സാക്ഷ്യം വഹിക്കുന്ന 10,000-കണക്കിന് വരുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കും മീഡിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് മഹിളാ കോൺഗ്രസ്. ജനാധിപത്യ ഇന്ത്യയുടെ ഹൃദയമന്ത്രമായ ശ്രീ രാഹുൽ ഗാന്ധിജി, AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാൽ MP, KPCCയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ,
AICC ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചാർജ് വഹിക്കുന്ന ശ്രീ താരിഖ് അൻവർജി, മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ നേട്ട ഡിസൂസാജി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, MP-മാർ, MLA-മാർ, KPCC ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റ്മാർ, പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിമുള്ള വാർഡ് കമ്മിറ്റി വരെയുള്ള സഹോദരിമാരെ, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുത്ത കാര്യങ്ങൾ സത്യമായിരിക്കുകയാണ്. നമുക്ക് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള 282 ബ്ലോക്കുകളിൽ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. കാരണം സ്വപ്നങ്ങൾ നെയ്തു തന്നാൽ അത് സാക്ഷാത്കരിക്കപ്പെടുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ജൂലൈ മാസത്തിൽ എറണാകുളത്ത് വെച്ച് നടന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ കൺവെൻഷനിൽ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP മഹിളാ കോൺഗ്രസിന്റെ മനസ്സിലേക്ക് ഒരു സ്വപ്നം എറിഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞത്, മഹിളാ കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും വാർഡ് കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, നമ്മളെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നേതാവ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും പ്രകാശവുമായ ജനാധിപത്യത്തിന്റെ കാവൽക്കാരനായ മതേതരത്വത്തിന്റെ സംരക്ഷകനായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹോദരനായ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിയെ മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്ന മനോഹരമായ വാഗ്ദാനമാണ് ശ്രീ KC വേണുഗോപാൽ MP, KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെയും സാന്നിധ്യത്തിൽ നമുക്ക് നൽകിയത്. നമ്മൾ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് 81,365 ഭാരവാഹികൾ നമുക്ക് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാനം മുതൽ വാർഡ് കമ്മിറ്റി വരെ ഉണ്ടെങ്കിൽ 282 ബ്ലോക്കുകളിൽ 14 ജില്ലകളിലായി 1501 മണ്ഡലങ്ങളിൽ 18,191 വാർഡുകളിൽ നമ്മുടെ ഭാരവാഹികളെ നമ്മുടെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചെങ്കിൽ അത് നമ്മുടെ കൂട്ടായ്മയുടെ സ്വപ്നം കണ്ടതിന്റെ കരുത്താണ്. ഈ മെറൈൻ ഡ്രൈവിനെ, ഈ സ്ത്രീ സാഗരം സാക്ഷി നിർത്തിക്കൊണ്ട് രാഹുൽജിയെയും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ മുദ്രാവാക്യം പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയെ വീണ്ടെടുക്കാൻ പെൺകരുത്ത് രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് എന്ന വലിയൊരു മുദ്രാവാക്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് സാധ്യമായത് നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ പൂർണ്ണമായ പിന്തുണ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. Respected Rahul ji, this is a moment where we have dreamt of a dream which KC Venugopal ji had put in the minds of all of us in the presence of Sri VD Sadishan ji and K Sudhakaran ji, that if we complete what committees, our leader Rahul ji will come for Youth Mahila Congress program. So this is a moment where we give before you the commitment that we have today 81,365 office bearers for Mahila Congress spread across 14 districts, 282 blocks, 1,501 mandalams and 18,191 wards across Kerala. This is not about numbers. This is not about reorganization. This is about how we can embrace dreams together and how that can be capitalized with meticulous orchestration and planning, determination and commitment. Rahul ji, this place, Marine Drive, has witnessed several political gatherings and this place has taken a lot of decisions. Your father, Rajiv Gandhi ji, came here for a meeting at 2 a.m. in the morning and the crowd was even more like this. So we assure you, we shall be before you, we pledge that we stand with Rahul Gandhi ji to regain the soul of India, and that is the slogan this committee has taken.
So once again, from the bottom of my heart, we extend sincere gratitude for giving your time, and we assure you the commitment is sure, and we will fight against Modi government, the policies of Pinarayi Vijayan government, and we will make sure in 2024 in assembly election and also in local body election, our Congress candidates will come out victorious, and that is the pledge we are taking today. Tomorrow is ours, നാളെ നമ്മുടേതാണ്, കോൺഗ്രസിൻ്റെതാണ്. ജയ് കോൺഗ്രസ്, ജയ് മഹിളാ കോൺഗ്രസ്. അടുത്തതായി ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദരണീയനായ കേരളത്തിന്റെ ജനപക്ഷ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ജിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ മഹിളാ ശക്തി എന്താണ് എന്നാണ് ഈ മറൈൻ ഡ്രൈവ് മൈതാനിയിൽ നടക്കുന്ന ഈ മഹാസമ്മേളനം വിളിച്ചോതുന്നത്. ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 23,000-ലധികം ബൂത്തുകളിലും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ, UDF വേണ്ടി പ്രവർത്തിക്കാൻ, വീട്ടമ്മമാരുമായി സംവദിക്കാൻ എല്ലാ ബൂത്തിലും മഹിളാ കോൺഗ്രസിൻ്റെ സ്ക്വാഡുകൾ ഉണ്ടാകണം എന്നതാണ് സ്വപ്നം. ആ സ്വപ്നം നിങ്ങൾ യാഥാർത്ഥ്യമാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങളെ വിസ്മയിപ്പിച്ച മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ജെബി മേത്തരെയും സഹപ്രവർത്തകരെയും നിങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. KPCCയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ. അധ്യക്ഷ ജബി മേത്തർ, വേദിയിലെ പ്രിയങ്കരനായ രാഹുൽജി, ശ്രീ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, മറ്റു നേതാക്കന്മാർ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു പ്രസംഗത്തിൻ്റെ സാഹചര്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. മണിക്കൂറുകളായി നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ചുടു കാറ്റിൽ ബുദ്ധിമുട്ടി ഇരിക്കുകയാണ് എന്ന് നിങ്ങളെ വിശറി വീശൽ കൊണ്ട് മനസ്സിലാവും. അതുകൊണ്ടൊരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ കലക്കി, ഒന്നാന്തരം കലക്കി. മഹിളാ കോൺഗ്രസ് ഒരു പുനർജന്മം എടുത്തതുപോലെ എനിക്ക് തോന്നുന്നു. മാസങ്ങൾ കൊണ്ട് സംസ്ഥാന തലം മുതൽ താഴെത്തട്ടിൽ ബൂത്ത് തലം വരെ കമ്മിറ്റി ഉണ്ടാക്കി സുസംഘടിതമായ ഒരു കേഡർ സംഘടനയെ പോലെ ഇതിനെ മാറ്റിയെടുക്കാൻ ഈ ചെറിയ കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കുണരുന്ന ഉയരുന്ന ഒരു ജനതയുടെ അനിവാര്യതയുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മെ കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ മുഴുവൻ തട്ടിമറിച്ച് അഴിമതിയുടെ കൂത്തരങ്കായി, നിയമരാഹിത്യത്തിന്റെ വേദിയായി, ചരസും മദ്യവും ഒഴുകുന്ന ഒരു സംസ്ഥാനമായി, പോലീസിനെ നിർവീര്യമാക്കി സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വന്തക്കാരെ കുത്തിത്തിരുകി വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ അട്ടിമറിച്ച ഒരു സർക്കാരിനെതിരെയുള്ള തീവ്രമായ വികാരവും പോരാട്ടം, നാം തുടങ്ങാൻ പോകുന്ന പോരാട്ടവും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ പോരാട്ടത്തിൽ ഇതുപോലെ സടകുടഞ്ഞെഴുന്നേൽക്കാനും പ്രതികരിക്കാനും സാധിക്കുന്ന ഒരു സ്ത്രീ സമൂഹത്തെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനത്തിനും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ, ആശംസകൾ, നമസ്കാരം. AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP. ബഹുമാന്യ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ
അവിസ്മരണീയമായ ഒരു സമ്മേളനമാണ് ഇന്ന് മറൈൻ ഡ്രൈവിൽ നടക്കുന്നത്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുൻപ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗം കൂടിയപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡൻ്റെയും സാന്നിധ്യത്തിൽ ഒരു ടാസ്ക് സംഘടനാ ചുമതലയുള്ള ഒരു ഭാരവാഹി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടു, നമ്മളെല്ലാം ആവശ്യപ്പെട്ടു. അത് വാർഡ് തലം വരെ മഹിളാ കോൺഗ്രസിന് കമ്മിറ്റി ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഞാൻ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിക്കാം, നമ്മൾ അഭ്യർത്ഥിക്കാം, ഈ പരിപാടിയിൽ വരണം. രാഹുൽജി, I requested that point of time when I was attended a district office bearers and block president convention in Mahila Congress. We requested them, if you people can within 3 months can organize the committee till block level, I will request my leader Rahul Gandhi to attend that meeting. Now that reality is come, ഞാൻ നന്ദി പറയുന്നു. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പ്രധാനമന്ത്രിയെ നൽകിയ പാർട്ടി, ഇന്ത്യയിൽ ആദ്യമായി വനിതാ പ്രസിഡന്റിനെ നൽകിയ പാർട്ടി, ഇന്ത്യയിൽ ആദ്യമായി വനിതാ ലോക്സഭാ സ്പീക്കറെ നൽകിയ പാർട്ടി, ത്യാഗപൂർണമായ നിമിഷങ്ങളിലൂടെ വർഷങ്ങളോളം ഇന്ത്യയെ കോൺഗ്രസിനെ നയിക്കാൻ വനിതയുണ്ടായിരുന്ന പാർട്ടി, ശ്രീമതി സോണിയാഗാന്ധി ഉണ്ടായിരുന്ന പാർട്ടി, 50% വനിതകൾക്ക് പഞ്ചായത്തുകളിൽ സംവരണം നൽകിയ പാർട്ടി. ആ കോൺഗ്രസ് കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ സർവ്വതലങ്ങളിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു ജൈത്രയാത്രയുടെ ആരംഭമാണ്. സംസാരിക്കുന്നില്ല, നിങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയുടെ സംസാരം കേട്ടിരിക്കുകയാണ്. എനിക്കറിയാം ചൂട് എത്രമാത്രം അസഹനീയമാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയെ, ജില്ലാ കമ്മിറ്റികളെ, ബ്ലോക്ക് കമ്മിറ്റികളെ, അതിന് സഹായിച്ച കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മൾ കാത്തിരുന്ന നിമിഷമാണ്. I now invite our lifeline of Congress Party, Shri Rahul Gandhi ji, to inaugurate Utsaah. Sham. Sir. ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിനായി സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ഡോക്ടർ സോയ ജോസഫ്. KC Venugopal ji, Tariq Anwar ji, K Sudhakaran ji, VD Satishan ji, K Muralidharan ji, Ramesh Chenethala ji, M Hassan ji, Neta D'Souza ji, JB Madar ji, senior leaders and members of the Mahila Congress, friends, brothers and sisters, I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യരായിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കളെ, ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. I'm quite happy today to see this hall full of women from the Mahila Congress. ഞാനിന്ന് വളരെയധികം സന്തോഷവാനാണ്. കാരണം ഈ നിറഞ്ഞ സദസ്സ് എന്നെ വളരെയധികം സന്തോഷവാനാക്കുന്നു. Normally I see a crowd
and there's a huge number of men in the crowd, and then I have to look for the women. ഒരു ജനക്കൂട്ടത്തെ കാണുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ വന്നിരിക്കുന്നത് മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുള്ള ഭാരവാഹികളും പ്രവർത്തകരുമാണ് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം തരുന്ന കാര്യമാണ്. And today I'm quite happy that there's a huge crowd, there are women, and I'm having to look for the men. ഇത് ഈ ക്രൗഡിനിടയിൽ, ഈ ജനക്കൂട്ടത്തിനിടയിൽ പുരുഷന്മാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. Only problem is that on the stage the men are dominating. ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ പോലും ധാരാളം സ്ത്രീകളും പക്ഷേ പുരുഷന്മാരും കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. And that is good, but now our job is to ensure that in every level of the Congress party there is more and more women participation. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തം ആവശ്യമുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. See, they've given me 2 mics, but only one is really needed. എനിക്ക് 2 മൈക്കുകൾ തന്നിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും ഒരു സ്ത്രീക്ക് കൊടുത്തുകൊണ്ട് ഞാൻ മാതൃക കാണിക്കുകയാണ്. So we have to ensure that at every level there are more and more women in the organization. എല്ലാ തലത്തിലും, സമൂഹത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാ തലങ്ങളിലും കൂടുതൽ കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. And this cannot be done through events. It has to be done through a process. ഇത് ഒരു കേവലം ഒരു സംഭവത്തിലൂടെയോ ഒരു പ്രവൃത്തിയിലൂടെയോ മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല. അത് തീർത്തും ഒരു പ്രക്രിയയിലൂടെ മാത്രം, ഒരു പ്രോസസ്സിലൂടെ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. If we want, for example, to have a Mahila chief minister, then we have to have thousands and thousands of women at the panchayat level, at the ward level. നമുക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയെ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം പോലെ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്തുകളിൽ നമുക്ക് അതിനെ നയിക്കാൻ വനിതകളെ ആവശ്യമുണ്ട് എന്നുള്ളത്. And they have to develop slowly over many years before they understand how to deal with the complexities of politics. കാരണം നമ്മുടെ പാർട്ടി, കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സ്ത്രീകളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കോംപ്ലക്സിറ്റീസ്, അതിന്റെ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. While I was sitting and Satishan ji, Sudhakaran ji were speaking, I was thinking to myself, what would be a good goal for the Congress party with regards to women? ഞാൻ ഈ വരുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരോട് ഞാൻ പങ്കുവെക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, സ്ത്രീകളെ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുകയായിരുന്നു. What would be a good target for us to try and achieve? What would be a good target for us to try and achieve? നമ്മളെ സംബന്ധിച്ച് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള, നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്, നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, and I thought a good target for the Congress party would be that if in 10 years from today 50% of our chief ministers are women. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ഒരു വാഗ്ദാനമാണ്, ഏറ്റവും മനോഹരമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നേടിയെടുക്കാനുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ പകുതിയിലധികം 50%-ലേറെയുള്ള ചീഫ് മിനിസ്റ്റർമാർ, മുഖ്യമന്ത്രിമാർ സ്ത്രീകളാവട്ടെ എന്നുള്ള വലിയ തീരുമാനത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. Today we don't have a single chief minister who's a woman. നമ്മളെ സംബന്ധിച്ച് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ ഒരു സ്ത്രീ പോലും മുഖ്യമന്ത്രിയായി നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. But I know there are many women in the Congress party who have the qualities
to be very good chief ministers. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ പാർട്ടിയെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് സ്ത്രീകൾ ഈ പാർട്ടിയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. That is why I think functions like this are a very, very important foundation, a very important beginning. ഇതുപോലെയുള്ള ഇവന്റുകൾ, ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെയൊക്കെ അടിത്തറ പണിയുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, സ്ത്രീ മുന്നേറ്റങ്ങൾക്കുള്ള അടിത്തറയായി ഇത്തരം പരിപാടികളെ കാണേണ്ടതുണ്ട്. In the political system, we have different types of discrimination. We have caste discrimination, we have language discrimination, we have discrimination along the lines of religion. നമുക്ക് രാഷ്ട്രീയ തലത്തിൽ ഒരുപാട് അല്ലെങ്കിൽ ആളുകളെ മാറ്റി നിർത്തുന്ന രീതികളുണ്ട്. അത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ, അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ മനുഷ്യരെ മാറ്റി നിർത്തുന്ന, വേർതിരിച്ചു കാണുന്ന രീതികൾ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്. But women are the most discriminated against. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, സ്ത്രീകളാണ് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് ഏറ്റവും അധികം മാറ്റി നിർത്തപ്പെടുന്ന ജനതയായി മാറുന്നത്. Because they have the discrimination in addition to other discriminations. മറ്റ് വ്യത്യാസങ്ങളെ, മറ്റ് വ്യതിരിക്തകളെ, മറ്റ് മാറ്റി നിർത്തലുകളെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. For example, I don't think there is any man in this room who would be scared to walk the streets night. കാരണം ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷന് ഏത് പാതിരാത്രിയിലും ഏത് തെരുവുകളിൽ കൂടിയും നടന്നു പോകാനുള്ള അല്ലെങ്കിൽ അത്തരം ഒരു പേടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. But at the same time, there would almost be no woman here who would be comfortable walking on the streets at night. പക്ഷെ അതേസമയം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം സ്ത്രീകളും അല്ലെങ്കിൽ മുഴുവൻ സ്ത്രീകളും തന്നെ ഇത്തരം അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രി സമയത്ത് തെരുവുകളിലൂടെ നടന്നു പോവുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. So I think from an organizational standpoint, it is very important that we start to be aggressive about promoting women. തീർച്ചയായും സംഘടനാപരമായി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സംഘടനാപരമായി നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീ മുന്നേറ്റങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളെ തന്നെയാണ്. In fact, the central fight between the BJP and the Congress is about how women should be treated. തീർച്ചയായും നമ്മൾ കേന്ദ്രഭരണത്തെ സംബന്ധിച്ച്, കേന്ദ്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ് സ്ത്രീകളെ നമ്മൾ മനസ്സിലാക്കുന്നത്, സ്ത്രീകളെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അത് തന്നെയാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഫൈറ്റിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. If you look, for example, at the pictures of the freedom struggle, you will find Mahatma Gandhi always standing with women. നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മഹാത്മാഗാന്ധി എല്ലാ ഘട്ടത്തിലും സ്ത്രീകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സ്ത്രീ മുന്നേറ്റങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. You will see in the freedom struggle women at the forefront of the fight. തീർച്ചയായും സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് അതിന്റെ മുന്നണി പോരാളികളായി നിന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. Congress party has had many presidents who were women. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് സ്ത്രീ അധ്യക്ഷകളെ, സ്ത്രീ പ്രസിഡന്റുമാരെ സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. Has had prime ministers who were women. തീർച്ചയായും പ്രധാനമന്ത്രിയെ പോലും, ഈ രാജ്യത്തിന് ഒരു വനിതാ പ്രധാനമന്ത്രിയെ പോലും പ്രദാനം ചെയ്തത് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. Because we fundamentally believe that women should share power in the country. തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി സ്ത്രീകളും കൂടെ അധികാരം പങ്കിടേണ്ടതുണ്ട് എന്നുള്ള അടിസ്ഥാന തത്വത്തിലാണ് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നത്. And we do not see women as inferior to men in any way. ഒരു ഘട്ടത്തിൽ പോലും സ്ത്രീ പുരുഷന് താഴെയാണ് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ നേതാക്കളോ കരുതുന്നില്ല. In fact, myself, I think women are superior to men in many ways. എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നത് പല കാര്യങ്ങളിലും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മുൻപിൽ നിൽക്കുന്ന ആളുകളാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. They have more patience than men.
they have a longer term vision than men. തീർച്ചയായും പുരുഷന്മാരെക്കാൾ വലിയ ക്ഷമയും കുറെ കൂടെ ദിശനാശാലികളുമാണ് സ്ത്രീകൾ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. They are more sensitive, they are more compassionate than men. അവർ കുറെ കൂടെ മനുഷ്യരോട്, സഹജീവികളോട് കരുണയുള്ളവരും ദയയുള്ളവരും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിൽ വലിയ മനസ്സ് കാണിക്കുന്നവരുമാണ്. So we fundamentally believe that women should be part of the power structure. അതുകൊണ്ട് സ്ത്രീകൾ തീർച്ചയായും അധികാരത്തിന്റെ എല്ലാ ശ്രേണികളിലും എല്ലാ അധികാര കേന്ദ്രങ്ങളിലും സ്ത്രീകൾ കൂടി ഉൾപ്പെടണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. That is not the ideology of the RSS. അത് ഒരു ഘട്ടത്തിലും ഒരിക്കൽ പോലും BJPയോ സംഘപരിവാറോ മുന്നോട്ട് വെക്കുന്നത് അത്തരമൊരു തത്വശാസ്ത്രമല്ല, അത്തരമൊരു രാഷ്ട്രീയമല്ല. In its entire history, the RSS has not allowed women into its ranks. RSSന്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഒരു ഘട്ടത്തിലും സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി, സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഘട്ടത്തിലും നിന്നിട്ടുള്ള ആളുകളല്ല. And when I made this statement a couple of times, the leadership of the RSS said, we have women's organizations. ഞാൻ പല ഘട്ടങ്ങളിലും പല തവണയായി ഈ ഒരു കാര്യം പറയുമ്പോൾ RSSനെ സംബന്ധിച്ച് അവരുടെ സംഘടനാ സംവിധാനത്തിൽ സ്ത്രീകളില്ല എന്നുള്ള ഒരു സത്യം ഞാൻ വിളിച്ചു പറയുമ്പോൾ പല ഘട്ടത്തിലും അവർ പറയുന്നത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ സ്ത്രീകളുണ്ട്, ഞങ്ങൾ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നവർ പറഞ്ഞു വെക്കുകയാണ്. But the question is not whether they have women's organizations. The question is, are women allowed to share power in the RSS? അത് പറഞ്ഞു വെക്കുന്നത് അവർ സ്ത്രീകൾ സംഘടനാപരമായി സ്ത്രീകളുണ്ടോ അല്ലെങ്കിൽ BJPയിലും RSSലും സ്ത്രീകളുണ്ടോ എന്നുള്ളതല്ല, പക്ഷേ RSSന്റെ സംഘപരിവാറിന്റെ അധികാരം പങ്കിടുന്നതിൽ സ്ത്രീകൾക്ക് എത്രത്തോളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. And the answer is absolutely not. The RSS is purely a male organization. എന്നാൽ സംഘപരിവാർ എന്ന് പറയുന്നത്, RSS എന്ന് പറയുന്നത് തീർത്തും പുരുഷന്മാർ മാത്രമുള്ള പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയും ഒരു രാഷ്ട്രീയ ശൈലിയുമാണ്. We believe that women should be allowed to make choices. തീർച്ചയായും സ്ത്രീകൾ അവർക്ക് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. What a woman does, what a woman wears, what profession she does is her decision and her decision only. ഒരു സ്ത്രീ എന്ത് ചെയ്യണമെന്ന്, ഒരു സ്ത്രീ എന്ത് ധരിക്കണമെന്ന്, അവൾ എന്ത് ജോലി ചെയ്യണമെന്ന്, അവൾ ഏതൊക്കെ തരത്തിലുള്ള പ്രൊഫഷണൽ എൻഗേജ് ചെയ്യണമെന്നുള്ളത് ഒരു സ്ത്രീയുടെ മാത്രം തീരുമാനമാണ്. അത്തരത്തിൽ സ്ത്രീകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. In the RSS, they decide what women should wear. They decide what women should do. And they decide on what basis women should be respected. RSSനെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് ഇങ്ങനെയല്ല കാര്യങ്ങൾ. അവർ ചിന്തിക്കുന്നത് പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം, സ്ത്രീകൾ എങ്ങനെ നടക്കണം, അവരെന്ത് ചെയ്യണം, അവരേത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥ തീരുമാനിക്കുന്നു എന്ന് RSS പറഞ്ഞു വെക്കുന്നു. And if you understand Indian politics deeply, you will realize that the real fight between the RSS and the Congress party is about the role that women should have in politics. നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലം, ഇന്ത്യയുടെ രാഷ്ട്രീയ മേഖല അടിസ്ഥാനപരമായി നിങ്ങൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തർക്കം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലും പൊതു ഇടത്തിലും സ്ത്രീകളുടെ റോൾ എന്താണ്, സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനത്തിന് മുകളിലാണ്. And you can see this in their actions. For example, it is the first time I have seen a bill passed in Parliament that will be implemented a decade later. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, എൻ്റെ കേട്ടുകേൾവിയിൽ ആദ്യമായിട്ടാണ് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കുകയും അത് പിന്നീട് നടപ്പിലാക്കാമെന്ന് പറയുകയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. I have never seen any other bill passed in Parliament which says we will implement this 10 years later. പാർലമെന്റിന്റെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഒരു കാര്യമില്ല. ഞങ്ങൾ ഒരു ബില്ല് പാസ്സാക്കുന്നു, അത് 10 വർഷത്തിന് ശേഷം നടപ്പിലാക്കാം എന്ന് പറയുന്ന രീതി ഒരു ഘട്ടത്തിലും പാർലമെന്റിൽ ഞാൻ കണ്ടിട്ടില്ല. The only bill that the BJP is implementing 10 years after its passing is the one that has to do with women's power.
BJPയെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ നടപ്പിലാക്കുകയും എന്നാൽ ഞങ്ങൾ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും എന്നാൽ 10 വർഷത്തിന് ശേഷം നടപ്പിലാക്കാം എന്ന് പറയുന്നത് അത് സ്ത്രീകളുടെ അധികാരത്തെ പറ്റിയുള്ള ഒരു ബില്ലാണ്. I've heard statements of leaders from the right wing, senior leaders, where they will say the girl would not have got raped if she had been dressed properly. പല ആളുകളും പല രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളും പല വലതുപക്ഷ രാഷ്ട്രീയ ചിന്താധാരയുള്ള ആളുകളും പലപ്പോഴും അവർ പറഞ്ഞു വെക്കുന്നത് ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ അവൾ ധരിച്ചിരുന്ന വസ്ത്രം ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. This is an insult to every single woman in this country. ഇത് പലപ്പോഴും ഈ രാജ്യത്തെ ഓരോ സ്ത്രീകളും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. It is turning the victim into the villain. തീർച്ചയായും ഇത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഇരയായ സ്ത്രീയെ വീണ്ടും വീണ്ടും ഇരയാക്കപ്പെടുന്ന വീണ്ടും വീണ്ടും ഇരയാക്കുന്ന സമ്പ്രദായമാണ്. So this is the difference between us and the RSS. ഇതാണ് യഥാർത്ഥത്തിൽ RSSും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ്. We fundamentally want to bring women into the power structure. സ്ത്രീകളെ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത്. And if you look at our schemes carefully, you will find that most of our schemes are targeted at women, are designed to support and help women. നമ്മുടെ പല പദ്ധതികളും നമ്മുടെ സർക്കാരുകൾ നടപ്പിലാക്കിയ പല പദ്ധതികളും എടുത്ത് നിങ്ങൾ ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ആ പദ്ധതികൾ മുഴുവനും അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Whether it is Narega, it is right to food, most of our schemes are given to our women. അത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആവട്ടെ, അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമമാകട്ടെ, ഇതൊക്കെ ഈ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി ഗവൺമെന്റുകൾ കാഴ്ചവെച്ചിട്ടുള്ളതാണ്. The political climate today has been fueled by hatred and violence. പക്ഷേ ഇന്നിന്റെ രാഷ്ട്രീയം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറയുന്നത് വെറുപ്പും വിദ്വേഷവും മാത്രം നിറഞ്ഞിട്ടുള്ളതാകുന്നു. And the biggest sufferers of any type of violence are eventually women. എല്ലാ വയലൻസിന്റെയും എല്ലാ അധിക്ഷേപങ്ങളുടെയും എല്ലാ അക്രമങ്ങളുടെയും ഏറ്റവും ആദ്യത്തെ ഇര എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. So it is very important that the Mahila Congress, and especially the Mahila Congress in Kerala, fight the atmosphere of hatred and violence propagated by our opposition. തീർച്ചയായും കേരളത്തിലെ മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ രാജ്യത്തെ മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ RSSും മറ്റ് കക്ഷികളും അവർ പരത്തിക്കൊണ്ടിരിക്കുന്ന, അവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെറുപ്പിനെതിരെ, വിദ്വേഷത്തിനെതിരെയുള്ള വലിയ പ്രചരണങ്ങൾ നമ്മൾ നടത്തേണ്ടതാകുന്നു. I'd like to welcome the millions of women who have joined the Congress party through this process. തീർച്ചയായും കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന്റെ ഭാഗമായി ഇവിടെ വന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഈ RSSന്റെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അജണ്ടകൾക്കെതിരെ പൊരുതാനുള്ള വലിയ കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. And also to thank the millions of Congress women who struggle and fight for our ideology every day. തീർച്ചയായും കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കെതിരെ, ഇത്തരത്തിലുള്ള വെറുപ്പിനെതിരെ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ നിങ്ങൾ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കണം. I am looking forward to meeting and working with all of you. തീർച്ചയായും നിങ്ങളെ പോലുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകളോടൊപ്പം, സ്ത്രീകളുടെ ഭാരവാഹികളോടൊപ്പം പ്രവർത്തിക്കാനുള്ള വലിയ അല്ലെങ്കിൽ അത്തരമൊരു താല്പര്യം എനിക്കുണ്ട്. And a lot of people ask me, what does it mean to be a Congress person? എന്നെ സംബന്ധിച്ച് പല ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. How is the Congress different than the left front and the RSS BJP?
RSSന്റെ അപ്പുറത്തേക്ക് സംഘപരിവാറിന്റെ അപ്പുറത്തേക്ക് മറ്റ് ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. And the answer is one line that you should carry with you wherever you go. നിങ്ങൾ എല്ലാ ഘട്ടത്തിലും നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും നിങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. And whenever somebody asks you, how are you different than the left front? How are you different than the BJP? How are you different than the RSS? You should answer them with this one line. നിങ്ങളോട് മറ്റാളുകൾ RSSന്റെ ആളുകൾ ഇടതുപക്ഷത്തിന്റെ ആളുകൾ നിങ്ങളോട് ചോദിക്കുകയാണ്, കോൺഗ്രസ് എന്തുകൊണ്ട് മറ്റുള്ള പാർട്ടികളിൽ നിന്ന് മറ്റുള്ള ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നിങ്ങളോട് അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. हम नफरत के बाजार में मोहब्बत की दुकान खोलते हैं. ഞങ്ങൾ ഈ വെറുപ്പിന്റെ ചന്തയിൽ ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വന്ന ആളുകളാണ് ഞങ്ങളെന്ന് നിങ്ങൾ അവരോട് മറുപടി പറയേണ്ടതുണ്ട്. I'd like to thank all of you for the wonderful work you're doing. Thank all of you for fighting for the ideology of the Congress party, and thank all of you for fighting for the rights of women in this country. ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഇവിടെ വന്നതിന് ഇവിടെ എത്തിച്ചേർന്നതിന് അങ്ങേയറ്റം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. Thank you. നന്ദി. And thank you. വെറുപ്പുവാഴും നിരത്തിലാകെ തുറന്നു നീയേ നേരിൻ സ്നേഹവിപണനം പ്രതീക്ഷയും നീ പ്രകാശവും നീ പിറന്ന നാടിൻ കാവൽ